പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഒരു ഉപകാരം ചെയ്യണം. നിങ്ങളെല്ലാവരുടെയും പരമാവധി ഗ്രൂപ്പുകളിലേക്കും പരമാവധി വ്യക്തികളിലേക്കും ഈ വീഡിയോ എത്താൻ വേണ്ടി നിങ്ങൾ സഹായിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിലെ, നിങ്ങളുടെ നാട്ടിലെ, നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടി സിവിൽ സർവീസ് മോഹവുമായി കാത്തിരിക്കുന്നുണ്ടാകാം. അവസരങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ഒരു ഷെയർ ചെയ്ത വീഡിയോ അവർക്ക് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതാദ്യമായി പറയുന്നത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് 14 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ IAS ഉൾപ്പെടെയുള്ള സിവിൽ സർവീസിൻ്റെ മോഹവുമായി പരീക്ഷ എഴുതിയ ദിവസമാണ്. ഇന്ന് പരീക്ഷ എഴുതിയ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ, അവർക്ക് ഞാൻ വിജയാശംസകൾ ആദ്യമായി നേരുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ പെരിന്തൽമണ്ണ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിലുള്ള സിവിൽ സർവീസ് അക്കാഡമിയിൽ ഇക്കഴിഞ്ഞ 4 വർഷത്തിനിടയിലുണ്ടായ റിസൾട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാകും. 108 വിദ്യാർത്ഥികൾ ഇപ്പോൾ വ്യത്യസ്തമായ മേഖലകളിൽ പച്ചമഷി കൊണ്ടൊപ്പിടുന്ന വളരെ സമർത്ഥരായിട്ടുള്ള ഗസറ്റഡ് ഓഫീസർമാരായി ജോലി ചെയ്യുകയാണ്. അവരിൽ IASകാരുണ്ട്, IPSകാരുണ്ട്, IRSകാരുണ്ട്. അതിന് ശേഷം 37 പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട്. 32 പേർ ഇപ്പോഴിതാ നമ്മുടെ നിയമസഭയുടെ സെക്രട്ടേറിയറ്റിലേക്കും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സന്തോഷകരമായ മുഹൂർത്തത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളൊരു കാര്യം, ജിയോ പൊളിറ്റിക്സ് വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും നമ്മളുടെ പല സ്വപ്നങ്ങളും വളരെ അപകടകരമായ തരത്തിലേക്ക് പോവുകയും പ്രവാസികളാകാനും വിദേശത്ത് പോകാനുമുള്ള സ്വപ്നങ്ങളെപ്പോലും തിരിച്ചടി നേരിടുകയും ചെയ്യുന്നൊരു സന്ദർഭത്തിൽ കുറച്ച് നിങ്ങൾ എഫേർട്ട് ഇട്ടാൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു പരീക്ഷയും സംവിധാനവും സർക്കാർ ഉദ്യോഗവും നിങ്ങളുടെ മുമ്പിലുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരുപക്ഷെ കഴിയില്ലെന്ന് എല്ലാവരും പറഞ്ഞ, നടക്കില്ലെന്ന് പലരും പറഞ്ഞ, ഇത് എന്തു മണ്ടത്തരമാണ് ചെയ്തു വെക്കുന്നത് എന്ന് ചിലരെങ്കിലും പരിഹസിച്ച ഒരു വലിയ ഉത്തരവാദിത്തം കഴിഞ്ഞ 4 വർഷം മനോഹരമായി പൂർത്തിയാക്കുമ്പോൾ ഞാൻ ഏറെ അഭിമാനത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. കാരണം ഞങ്ങൾക്ക് 500ഓളം കുട്ടികളിപ്പോൾ 4 വർഷത്തിനകം അലൂമിനിയായി മാറിയിരിക്കുന്നു. 500ഓളം വരുന്ന കുട്ടികൾക്കിടയിൽ നിന്ന് 108 പേർ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള പദവികൾ നേടി പ്ലേസ്ഡ് ആയിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു സാധ്യത മറ്റെന്താണുള്ളത്? നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, മലബാറിലെ കുട്ടികളെക്കുറിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്, CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ കാലം മുതൽ പറഞ്ഞു കേൾക്കാറുള്ള ഒരു കാര്യമുണ്ട്. മന്ത്രിമാരായി മലബാറിൽ നിന്ന് ആളുകളെത്തിയാലും സെക്രട്ടേറിയറ്റിൽ ഫയൽ നോക്കാൻ മലബാറിൽ നിന്ന് ആളുകൾ ഉണ്ടാകാറില്ല. അവരുടെ സ്വപ്നങ്ങളിൽ ഗവൺമെൻറ് ഉദ്യോഗമേ ഇല്ല എന്ന് നമ്മൾ പറയാറുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ 32 പേരാണ് ഒറ്റയടിക്ക് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അക്കാഡമി ഫോർ സിവിൽ സർവീസസിൽ നിന്ന് പാസ്സായി വിജയികളായി സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ പോകുന്നത്. ഞാൻ ഇത് പറയുന്നത്, ഇനിയുള്ള സാധ്യതകൾ, പ്രത്യേകിച്ച് സർക്കാർ സർവീസുകൾ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുകയും അത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുകയും ചെയ്യാൻ സാധിക്കും വിധം സാഹചര്യങ്ങളുണ്ട് എന്ന് ഓർമ്മിപ്പിക്കാനാണ്. അതുകൊണ്ട് ചിലർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആളുകൾക്ക് മാത്രം ലഭ്യമാകുന്നതാണ് സർക്കാർ ജോലി എന്നത് തെറ്റിദ്ധാരണയാണ്. സിവിൽ സർവീസ് എന്നത് തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത്, കൂടുതൽ പേർ ഈ പരീക്ഷ എഴുതണം. ഞങ്ങളിപ്പോൾ കഴിഞ്ഞ 4 വർഷമായി നടത്തുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പരീക്ഷയുടെ മെറിറ്റാണ്. 7 ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് 100% സ്കോളർഷിപ്പോടുകൂടി പഠന സൗകര്യമൊരുക്കുകയാണ് ഹൈദരലി ശിഹാബ് തങ്ങൾ സിവിൽ സർവീസ് അക്കാഡമി. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലയിലെ കുട്ടികൾക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. ഈ എഴുതുന്ന പരീക്ഷ മെറിറ്റോറിയസ് ആയിട്ട് മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. യാതൊരു റെക്കമെൻഡേഷനുമില്ല, ഒരു വിഭാഗീയതയുമില്ല. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയോടോ വിദ്യാർത്ഥികളോടോ മാറ്റിവെക്കാനുള്ള ഒരു തരത്തിലുള്ള മാറ്റി നിർത്തലുമില്ല. ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവർക്കും പരീക്ഷ എഴുതാം. പരീക്ഷ എഴുതേണ്ടവർ ഡിഗ്രി പാസ്സായിരിക്കണമെന്നത് മാത്രമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ. ബാക്കിയെല്ലാം അവരുടെ എക്സാമിൻ്റെ മെറിറ്റിലാണ് കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ സിവിൽ സർവീസ് പരീക്ഷ പോലെ ആദ്യം നമ്മളതിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു പ്രിലിംസ് പരീക്ഷ,
അത് കഴിഞ്ഞ് മെയിൻസ് പരീക്ഷ, ഒരേ ദിവസം ആ പരീക്ഷ നടക്കുന്നു. അത് കഴിഞ്ഞ് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കുട്ടികളിൽ നിന്ന് 100 പേർക്ക് 100% സ്കോളർഷിപ്പും 50 പേർക്ക് 50% സ്കോളർഷിപ്പും നൽകിയാണ് നമ്മൾ അവർക്ക് പഠനാവസരം ഒരുക്കുന്നത്. അതിമനോഹരമായൊരു ക്യാമ്പസ് നമുക്ക് സ്വന്തമായി ഉണ്ട്. അതെല്ലാം നിങ്ങൾക്കറിയുന്നതാണ്, നിങ്ങൾ പലപ്പോഴും കേട്ടതാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം കൂടി, ജൂൺ 7-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ നടക്കുന്നത്. ആ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജൂൺ 3-ആണ്. നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വെബ്സൈറ്റ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആദ്യത്തെ കമൻറ്റിൽ തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, ഈ അവസരം മിസ് ചെയ്യരുത്. വിദ്യാർത്ഥികളിൽ നിന്ന്, നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളിൽ നിന്ന്, ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൂടുതൽ പേർ പരീക്ഷ എഴുതാൻ വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ പരീക്ഷാ കേന്ദ്രങ്ങൾ 10ഓളം കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. ഡൽഹിയിൽ പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും മലപ്പുറത്തും പെരിന്തൽമണ്ണയിലുമെല്ലാം പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. അതുപോലെ ലക്ഷദ്വീപിലെ കവർത്തിയിലും പരീക്ഷ എഴുതാൻ സൗകര്യമുണ്ട്. അതുകൊണ്ട് ഇത് അവസാനത്തെ ആഗ്രഹമുള്ള കുട്ടിയിലേക്ക് എത്തിക്കാൻ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. പരമാവധി ആളുകൾ ഈ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നന്ദി.